250, 258, 85, 56. എന്തോ കാര്യത്തിനാ കിടന്ന് ഒച്ച വെക്കുന്നു. എരപ്പാളി സല്യൂട്ട് ചെയ്യടോ. എന്തിനാ സല്യൂട്ട് ചെയ്യുന്നത്? ഞാൻ ഈ സ്റ്റേഷനിലെ ഇൻസ്പെക്ടറാ. എന്ന് മുതലേ? അത് ഓർഡർ വന്നിട്ടേ പറയാൻ പറ്റൂ. സർക്കാർ തലകുത്തി നിന്നിട്ട് ഇവിടെ ചാർജ് എടുക്കാൻ ഒരു ഇൻസ്പെക്ടറെ കിട്ടിയിട്ടില്ല. അവസാനം എനിക്ക് പ്രൊമോഷൻ തന്ന് എന്നെ ഇവിടുത്തെ ഇൻസ്പെക്ടർ ആക്കാനാണ് തീരുമാനം. ഇത് ആരാ പറഞ്ഞത്? ഒരു കൈനോട്ടക്കാരൻ. എന്നാലേ അവനെ കൊണ്ട് സാറിന്റെ ആയുസ് രേഖയും കൂടെ ഒന്ന് നോക്കിക്കണം. ഒന്നും നോക്കാനില്ലടോ. ഞാൻ ഇവിടെ ഇൻസ്പെക്ടറായിട്ട് ഒരു വിലസ്. സന്തോഷം. അതെ, സാർ ഇവിടെ ഇൻസ്പെക്ടർ ആയിട്ട് വന്നാൽ എന്തൊക്കെ ചെയ്യും? ആദ്യം എന്റെ ഇപ്പോഴത്തെ ഭാര്യയെ ഉപേക്ഷിക്കും. എന്നിട്ട് ഇൻസ്പെക്ടർ പദവിക്ക് യോജിച്ച സ്ത്രീധന തുക വാങ്ങി ഒരു 2ാം കെട്ട് നടത്തും. റൈറ്റർ ഫിലിപ്പ്. അല്ല, റൈറ്റർ ഫിലിപ്പ്. കോൺസ്റ്റബിൾ ഭാസ്കരൻ. സുകുമാർ. ഹെഡ് കോൺസ്റ്റബിൾ രാമൻകുട്ടി. ഞാൻ ഇന്നു മുതൽ ഈ സ്റ്റേഷനിൽ ചാർജ് എടുക്കുകയാണ്. എന്റെ പൊന്ന് സാറേ, ഞങ്ങൾ ആളറിയാതെ പല അബദ്ധങ്ങളും കാണിച്ചു പോയി. യജമാനൻ ഞങ്ങളോട് ക്ഷമിക്കണം. ഞാൻ ആരുടെ യജമാനല്ല. എന്റെ പേര് ബാലചന്ദ്രൻ എന്നാണ്. ശരി യജമാനെ. എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ? ശരി യജമാനെ. അല്ല സാറേ, എന്തായത്? ഇന്നലെ അങ്ങ് തന്ന കൈക്കൂലിയ. ഇത് അവസാനത്തെ കൈക്കൂലിയായിട്ട് തന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഞങ്ങളുടെ പേര് നടപടികൾ എടുക്കരുത്. നിങ്ങളെ പല നടപടികളും പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആട്ടെ, ഇവിടെ ഇപ്പൊ എത്ര പേർ ഡ്യൂട്ടിയിലുണ്ട്? എത്ര പേർ ഡ്യൂട്ടിയിലുണ്ടെന്ന്? പലരും ലീവ് എടുത്ത് മുട്ടയടിക്കാൻ പളനി പോയിരിക്കുക. ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. സംശയം ഉണ്ടാകാതിരിക്കാനാണ് പുറത്ത് ബോർഡ് എഴുതി തൂക്കിയിരിക്കുന്നത്. വലിയ ബോർഡ്. ഈ സ്റ്റേഷനെ കുറിച്ചും ഈ ഏരിയയെ കുറിച്ചും പലതും മനസ്സിലാക്കാനാണ് 2 ദിവസമായി ഞാൻ ഇവിടെ ചുറ്റിത്തിരിഞ്ഞത്. ഈ സ്റ്റേഷനിൽ ഇന്നലെ വരെ നടന്ന കാര്യങ്ങൾ വിട്ടേക്കുക. ഇന്നു മുതൽ നമ്മൾ യഥാർത്ഥ പോലീസുകാരായിരിക്കണം. കാക്കി ഉടുപ്പിട്ടവരെല്ലാം കൈക്കൂലിക്കാരാണെന്നും കണ്ണിക്കണ്ടവരെല്ലാം തല്ലുന്നവരാണെന്നും ജനങ്ങൾക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്. ആ ധാരണ നമ്മൾ മാറ്റിയെടുക്കണം. പോലീസുകാരുടെ അന്തസ് എന്താണെന്ന് നമ്മൾ തെളിയിക്കണം. യെസ് സർ. ഇന്നു മുതൽ ഞങ്ങൾ യഥാർത്ഥ പോലീസുകാരായിരിക്കും. വെരി ഗുഡ്. താങ്ക് യു സർ. രാമൻകുട്ടി. സർ. ഇൻസ്പെക്ടർ ജോണിന്റെ കൊലപാതകം സംബന്ധിച്ചുള്ള ഫയലുകളും ഇവിടുത്തെ കേട് ലിസ്റ്റും ഞാൻ പരിശോധിച്ചു. ആരാണ് ഈ തങ്കമ്മ? അവൾ പണ്ട് ഇവിടുത്തെ മുതലാളിമാരുടെ ഒരു പൊതു സ്വത്തായിരുന്നു. ഒഴിക്കര ഗസ്റ്റ് ഹൗസിൽ നടന്ന കൊലപാതക കേസിൽപ്പെട്ട് അവളിപ്പോ ജയിലിലാണ്. ഇവിടുത്തെ ക്രിമിനൽ പുള്ളികളുടെ ലിസ്റ്റിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണല്ലോ രാമൻകുട്ടി. അതെ സർ. ഈയിടെ 60 കഴിഞ്ഞ ഒരു കിളവനെ 6-7 പെണ്ണുങ്ങൾ ചേർന്ന് റേപ്പ് ചെയ്തു എന്ന സ്ഥലമാണ് സാർ ഇത്. ആ, ഇവിടത്തെ ഏറ്റവും വലിയ റൗഡി ടൈഗർ രാമു ആണല്ലേ? അയ്യോ, അവൻ വെറും റൗഡിയല്ല സാറേ. കൊലപാതകത്തിന് ജ്ഞാനപീഠം കൊടുക്കേണ്ടവനാ. അത്രയ്ക്ക് വലിയ ചട്ടമ്പിയാണോ? അതെ സാർ. അവന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരുവനെ പിടിച്ചാൽ അവൻ പിന്നാലെ ഇവിടെ എത്തും. ബലാത്കാരമായി പിടിച്ചിറക്കിക്കൊണ്ടുപോകും. എന്നാൽ ടൈഗർ രാമുവിന്റെ ആൾക്കാരാണ് എന്റെ ബാഗ് തട്ടിപ്പറിച്ചത്. രാമൻകുട്ടി ചെന്ന് അവനോട് സ്റ്റേഷനിൽ വരാൻ പറയണം. ഞാനോ? എന്താ? ഞാൻ തന്നെ പോണോ? പോണം. ഫിലിപ്പിനെ കൂടെ കൂട്ടിക്കൊണ്ടുപോവാ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ വിവരം അറിയിക്കണമല്ലോ. നിങ്ങളെ അയക്കുന്നത് ഞാനാണ്. അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടേ വരാവൂ. ഒരു ടൈഗർ രാം. അയ്യോ,
തെണ്ടി, നീ ടൈഗർ രാമുവിന്റെ ആളാണെന്നും പറഞ്ഞാണ് ഇൻസ്പെക്ടർക്ക് ബാഗ് തട്ടിപ്പറിച്ചത്. ആണേ. ഞാൻ നിന്നോട് പിടിച്ചുപിടി നിർത്താൻ പറഞ്ഞു. ഇല്ല, ആ ബാഗ് എന്ത് ചെയ്തെന്ന് പറയടാ. അതിൽ കാശൊന്നും ഇല്ലാതിരുന്നോട്ട് ഞങ്ങളത് വലിച്ചെറിഞ്ഞു. പോ എന്റെ മുമ്പിൽ നിന്ന്. ഫിലിപ്പേ, അവനെ താൻ കസ്റ്റഡിയിൽ എടുക്കണോ ഞാൻ കസ്റ്റഡിയിൽ എടുക്കണോ? അത് അവനോട് ചോദിച്ചിട്ട് തീരുമാനിക്കാം. എന്താ പതിവില്ലാതെ? ഒരു ബുദ്ധിമുട്ടണ്ട, ഒരു വാറണ്ട് ഉണ്ട്. വാറുണ്ട്? ചട്ടമ്പി സാറിന് സ്റ്റേഷനിലോട്ട് ചെല്ലാൻ പുതിയ ഇൻസ്പെക്ടർ പറഞ്ഞയച്ചു. എന്താ പറഞ്ഞത്? ഞാൻ സ്റ്റേഷനിലേക്ക് വരാനോ? അല്ലാതെ സ്റ്റേഷൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. രാമുവിനെ സ്റ്റേഷനിലേക്ക് വരാൻ ഇതുവരെ ഒരു ഇൻസ്പെക്ടർ പറഞ്ഞിട്ടില്ല. എന്നാ ഇപ്പോഴത്തെ ഇൻസ്പെക്ടർ പറഞ്ഞു ആളാകെ എടാ, നീയൊക്കെ അവനോട് ചെന്ന് പറ, രാമുവിനെ കാണണമെന്നുണ്ടെങ്കിൽ രാമു ഇരിക്കുന്ന സ്ഥലത്ത് വരണമെന്ന്. കൊണ്ടേ ചെല്ലാവൂന്നാ പറഞ്ഞിരിക്കുന്നത്. ഓഹോ, നീയൊക്കെ കൊണ്ടേ പോവുള്ളെന്നാ എനിക്കും അയ്യോ, തോന്നുന്നു. ഞങ്ങളെ വിട്ടേരെ. എല്ലാ ഇൻസ്പെക്ടറും ചട്ടമ്പി സാറും തമ്മിലായിക്കോ. ഡയറക്റ്റ് അടി. എന്നാ തന്റെ വടി വെച്ചോട്ടെ. പൊക്കോട്ടെ. ഓടിക്കോ ഓടിക്കോ. എല്ലാ സാധനങ്ങളും ഇറക്കിയോ വിഷമുള്ളേ? ഇറക്കി സാർ. പൂജാ റൂമും അടുക്കളയുമാണ് ആദ്യം ശരിപ്പെടുത്തേണ്ടത്. അമ്മയ്ക്ക് രണ്ടുമാണ് പ്രധാനം. എല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം സാർ. അവിടേക്ക് പറഞ്ഞേക്ക്. നിങ്ങൾക്ക് ജോലി പോലീസ് സ്റ്റേഷനിലാണ്, ഇൻസ്പെക്ടറുടെ വീട്ടിലല്ല. സോറി സാർ. മേലാൽ ഇത് ആവർത്തിക്കരുത്. യു കൻ ഗോ. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ഗുഡ് മോർണിംഗ്. മനസ്സിലായില്ലല്ലോ. അയ്യോ, അറിയില്ലേ? ദിവാകരൻ മുതലാളി. കേട്ടിട്ടുണ്ടോ? എന്റെ പേര് ദാസ് ബാവുങ്കൽ. ആ, ഇപ്പൊ മനസ്സിലായി. ആ, വരൂ, നമുക്കുള്ള സൗകര്യത്തിലേക്ക് ഇരിക്കാം. അയ്യോ, താങ്ക്സ്. മിസ്റ്റർ ബാലേന്ദ്രൻ, ഏത് ഇൻസ്പെക്ടർ ഇവിടെ വന്നാലും ആദ്യം എന്നെ കണ്ട ആശീർവാദം വാങ്ങിയിട്ട് സ്റ്റേഷനിലേക്ക് പോകാം. എനിക്ക് അതറിയില്ലായിരുന്നു. ബാലചന്ദ്രൻ എന്തിനാ വെറുതെ വീട് വാടകയ്ക്കെടുത്തത്? മുതലാളിയുടെ വക ഒരു ബംഗ്ലാവ് സർവ്വ സൗകര്യങ്ങളോടും കൂടെ വിശാലമായിട്ട് അങ്ങനെ ഒഴിഞ്ഞടക്കല്ലേ. ഇൻസ്പെക്ടർ ജോൺ എവിടെയാ താമസിച്ചിരുന്നത്? ഇൻസ്പെക്ടർ ജോണും ഞാനും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ബാലചന്ദ്രന്റെ ഫാമിലി? എനിക്ക് അമ്മയും ഒരു പെങ്ങളും മാത്രമേ ഉള്ളൂ. വന്നിട്ടുണ്ടോ? ഇല്ല, പെങ്ങൾക്ക് പരീക്ഷ കഴിയാൻ 2 ദിവസം കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് അവർ വരും. എനിക്ക് സ്റ്റേഷനിൽ പോകാൻ സമയമായി. പോകാമല്ലോ. പെങ്ങൾ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? സെന്റ് മേരീസിൽ. അയ്യോ, സാറിന്റെ അനന്തരവൾ തുളസിയും അവിടെ തന്നെയാ പഠിക്കുന്നത്. അവൾ 2 ദിവസത്തിനകം വരുമെന്ന് കത്തുണ്ട്. ആ, വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഒന്ന് പരിചയപ്പെടാൻ. ഛേ, പരിചയപ്പെടാൻ മാത്രമൊന്നുമല്ല, ഇൻസ്പെക്ടർ ജോണിന് പറ്റിയ അബദ്ധമൊന്നും ബാലചന്ദ്രന് പറ്റരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടെയാ വന്നത്. ഈ സ്ഥലത്തെ കുറിച്ച് ഏതാണ്ടൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ശരി, എന്തോന്ന് പഠിക്കാൻ? എല്ലാം മുതലാളിയോട് ചോദിച്ചങ്ങ് ചെയ്തേച്ചാ മതി. ഈ പുഴിക്കരയിൽ ഞാനും മുതലാളിയും അറിയാതെ ഒരു പുഴു പോലും ചലിക്കില്ല. എനിക്ക് ഇനിയും സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. ബാലചന്ദ്രൻ എന്താ ഞങ്ങളിൽ നിന്നും വളരെയധികം അകന്നു മാറി നിൽക്കുന്നത് പോലെ? മിസ്റ്റർ ദാസ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എവിടെ നിൽക്കണമോ അവിടെ നിൽക്കാനേ എനിക്ക് കഴിയും. വിരോധമില്ല, പക്ഷെ ഈ സ്ഥലം വളരെ അപകടം പിടിച്ചതാണ്. എല്ലാ മുന്നറിയിപ്പും തന്നിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഈ സ്ഥലത്തിറങ്ങി നടന്നാൽ കാല് തട്ടി മുറിയുന്നത് കല്ലിലല്ല, മനുഷ്യന്റെ തലയോട്ടികളിലാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം.
അയ്യോ ദിവാരം മുതലാളി സുഖമാണ്. എടോ തൊപ്പി തലയിൽ വെക്കാൻ താനിവിടെ ബാല്യക്കാരനാണോ? നോ സാർ, ഒന്ന് ബഹുമാനിച്ചതാ. നിങ്ങളുടെ പല മേലുദ്യോഗസ്ഥന്മാരും ഞങ്ങളോട് പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. ചെറുപ്പമല്ലേ, നമുക്ക് പിന്നെ കാണാം. മുതലാളിയെ ബഹുമാനിച്ചതിൽ സാർ എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്റെ അച്ഛനും പഴയ ഒരു ഏട്ടായിരുന്നു. അദ്ദേഹം മരിച്ചു വായിക്കരി ഇട്ടോണ്ടിരിക്കെ ഒരു മുതലാളിയെ കണ്ട് ചാടി എഴുന്നേറ്റ ആളാ. പിന്നെ പിടിച്ചു കിടത്തിയാ ചിതയെ കൊണ്ട് വെച്ചത്. പിന്നെ ഞങ്ങളത് സമാധിയാക്കി. പിന്നെ മതി. പോയ കാര്യം എന്തായി? എന്താ? എടോ പോയ കാര്യം എന്തായി? അയ്യോ, അവൻ ഞങ്ങളെ തല്ലാതെ വിട്ടെന്നേ ഉള്ളൂ. ടൈഗർ രാമുവിനെ കാണണമെങ്കിൽ സാറ് നേരിട്ട് ചെല്ലണമെന്ന്.